സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണല്ലോ. അയാൾ ഇത്രയും കേരളത്തില് 10 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? തോന്നില്ല. ഹൈക്കമാൻഡിന്റെ തീരുമാനമല്ലേ. ഇങ്ങനെ പടലപ്പടക്കായി കഴിഞ്ഞാല് വലിയ പ്രശ്നങ്ങളാവുമല്ലോ. പിന്നെ അതുണ്ടാവൂല. ഹൈക്കമാൻഡ് അത്രയും ഒരു സോൾവ് ആക്കിയിട്ടാണല്ലോ ഇത് ചെയ്തത്. ഒരു പാരമ്പര്യമായിട്ട് അങ്ങനെ ഉള്ളൊരു പാർട്ടിയാണ്. KCക്ക് ഓൾറെഡി സ്ഥാനമുള്ള ആളാണല്ലോ അഖിലേന്ത്യാ ലെവലിൽ. രമേശ് ചെന്നിത്തല സീനിയർ ആണെന്ന് മാത്രമേ. കേരളത്തിൽ പിന്നെ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് അവിടുന്ന് രാജിച്ചിട്ട് ഇവിടെ രാജ്യമൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യം തന്നെ. കോൺഗ്രസിന് ക്ഷീണം പിടിക്കുന്ന കാര്യം. നമസ്കാരം. ഏറെ നാൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഇതോടെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പ്രവർത്തകരും കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും വലിയ ആഹ്ലാദത്തിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മുഖ്യമന്ത്രിയാകുന്നു എന്നതിന്റെ ആഹ്ലാദം അവർ ആരും തന്നെ മറച്ചു വെക്കുന്നില്ല. എന്നാൽ കോൺഗ്രസിലെ മറ്റ് 2 നേതാക്കൾ, അതായത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സതീശനൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നവരാണ് ഇവർക്ക് ഈ തീരുമാനത്തിൽ ചെറിയ നീരസമുണ്ട് താനും. ഇവരുടെ ഈ പിണക്കം സതീശന്റെ 5 വർഷക്കാലത്തെ ഭരണത്തെ ബാധിക്കുമോ? എന്താണ് കേരളത്തിലെ ജനങ്ങൾ കരുതുന്നത്? നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. മുഖ്യമന്ത്രിയായ സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണല്ലോ. അയാൾ ഇത്രയും കേരളത്തില് 10 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? അപ്പം ഈ KCയും രമേശ് ചെന്നിത്തലയ്ക്ക് പിണങ്ങി നിൽക്കുക എന്ന് പറയുന്നുണ്ട്. അതെന്താ അതിനെ കുറിച്ച് പറയാം? അതിനെ കുറിച്ച് അതായത് പാർട്ടികളില്ലേ, ഞാൻ ചോദിക്കാം, അത് സതീശന് ബുദ്ധിമുട്ടുണ്ടാക്കും ഇങ്ങനെ നേതാക്കളുടെ പണിയേക്കുന്നത്? അത് നമ്മ പറയാൻ പറ്റില്ല. അത് പാർട്ടിന്റെ ഓരോരോ അഭിപ്രായങ്ങളല്ലേ. ഹൈക്കമാൻഡ് തീരുമാനിച്ചു, എന്നിട്ടും ഹൈക്കമാൻഡ് തീരുമാനിച്ച് ഈ സതീശൻ മുഖ്യമന്ത്രിയായി. ബാക്കിയുള്ളവർ അനുസരിക്കണം എന്നുണ്ടോ? അതായിരിക്കും പാർട്ടിന്റെ നിർദ്ദേശം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഒരു കോൺഗ്രസ്സുകാരനോ UDF കാരനോ ഇല്ല. എന്റെ അഭിപ്രായം സതീശന് പ്രതിപക്ഷ നേതാവായിരുന്നല്ലേ അയാൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് തന്നെ കൊടുക്കുന്നുള്ള നല്ലത് തുടങ്ങണല്ലോ. നിങ്ങളുടെ ആഗ്രഹം അതായിരുന്നു. അത്രയും ജനങ്ങൾക്ക് വേണ്ടി ഇടയിൽ പ്രവർത്തിച്ച നല്ല വ്യക്തിയാണ്. പക്ഷെ ഇപ്പോഴും മുഖ്യമന്ത്രി VD സതീശനാണ് ആകേണ്ടത്. ഇവിടുത്തെ ജനങ്ങൾക്കും ആവശ്യമാണ്. ബാക്കിയുള്ളവർ 2 പേരും പിണങ്ങിയിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഒരു 2 മത്സര രംഗത്ത് വന്നത് തന്നെ തെറ്റായ നടപടിയായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം വരാൻ പാടില്ല. അതാണ് ഇവിടുത്തെ കോൺഗ്രസിന് ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി നിയമത്തിൽ വന്ന സംഭവങ്ങളൊക്കെ. ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി ഇടയിൽ പ്രവർത്തിച്ച് VD സതീശനാണ്. അപ്പൊ ജനങ്ങൾക്ക് ആവശ്യം VD സതീശനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. ഭരിക്കാനായിട്ട് പറ്റും ചെയ്യും. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ ഇല്ലല്ല. ഞങ്ങൾക്ക് കാര്യമായിരുന്നു തോന്നില്ല. ഹൈക്കമാൻഡിന്റെ തീരുമാനമല്ലേ. അപ്പൊ അതിൽ 2 കോൺഗ്രസിൽ നിൽക്കുന്നതാണ് നമ്മളൊക്കെ വിശ്വാസം. അങ്ങനെ ആയിരിക്കും നടക്കേണ്ടത്. വളരെയധികം സന്തോഷപ്പെട്ടു. എല്ലാ ജനങ്ങൾക്കും ഭയങ്കര ആഗ്രഹിച്ചത് അതിനടുപ്പിലായി. ഇല്ലല്ലോ, ബാധിക്കുന്നത് ജനങ്ങള് അത്രയും സപ്പോർട്ട് ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ബാക്കിയുള്ള നേതാക്കന്മാരുടെ പിണക്കം എങ്ങനെയും സോൾവ് ആക്കും. അത് ഉറപ്പല്ലേ. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനല്ലേ പറഞ്ഞ് റെഡിയാക്കിയത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ബാക്കിയുള്ള 2 പിണങ്ങി നിൽക്കുന്ന വലിയ കാര്യമില്ല എന്നാണ്. ഇനി ഇങ്ങനെ പടലപ്പടക്കായി കഴിഞ്ഞാല് വലിയ പ്രശ്നങ്ങളാവുമല്ലോ. പിന്നെ അതുണ്ടാവൂല. ഹൈക്കമാൻഡ് അത്രയും ഒരു സോൾവ് ആക്കിയിട്ടാണല്ലോ ഇത് ചെയ്തത്. 10 കൊല്ലം കാത്തിരുന്നിട്ട് കിട്ടിയ ഭരണം. അപ്പൊ അതിന്റെ തിളക്കം കെടുത്തി വരും. കുറച്ച് ആയിട്ടുണ്ട്. പക്ഷെ ഇനി നല്ല മുന്നേറിയാല് ആ കേടായത് റെഡിയാകും. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നല്ല അഭിപ്രായം. പണിയെടുത്തവനും തന്നെ പണിയെടുത്താണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പണിയിരിക്കാന്നാണ് പറയുന്നത്. അതായിരിക്കാം. പിന്നെ പഴയ ആളുകളൊക്കെ അങ്ങനെ പല ചിന്താഗതി ഉണ്ടാവുമല്ലോ. പുതിയ വരട്ടെ. അതാ കുറച്ചൊരു മാറ്റം ഉണ്ടാവുന്നല്ലേ ഏറ്റവും നല്ലത്. ചെറിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിലാണ് മാറ്റം. പിണക്കങ്ങളൊന്നും ഗവനിക്കേണ്ടതില്ല. അതെന്തല്ലേ നാളെ കിട്ടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയൊരു വിഷയം ഉണ്ടാവാൻ ചാൻസ് കാണുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഒരു പാർട്ടി തന്നെ 3 നേതാക്കൾക്കിടെ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാവുന്നത് ശരിയാണ്? അത് ശരിയല്ല. അത് ഒരു പാരമ്പര്യമായിട്ട് അങ്ങനെ ഉള്ളൊരു പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം ഇവരുടെ അടുത്ത നീക്കം എന്തായിരിക്കും കരുതുന്നത്? സതീശന് ഭരിക്കാൻ പറ്റുമോ? അത് കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. കാരണം മുസ്ലിം ലീഗുള്ളതിനെ കൊണ്ട് എന്തായാലും ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. മുസ്ലിം ലീഗ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ നേതാക്കന്മാരുടെ ഒരു പിണക്കം ഉണ്ടല്ലോ, അപ്പൊ അത് ബാധിക്കുമെന്നുള്ളതാണ്. പറയാൻ പറ്റില്ല. കോൺഗ്രസ് ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല.
എങ്കിലും സതീശൻ മുഖ്യമന്ത്രി അതിനെ കുറിച്ച് എന്താണ് നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. സതീശൻ തന്നെയായിരുന്നു തീർച്ചയായും. ഇല്ല ഇല്ല സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാവുന്ന കാര്യമാണ്. ആണോ? അപ്പൊ ഇങ്ങനെ 3 പേര് തമ്മിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള വടംവലി അതുണ്ടായി. ഉണ്ടായി. എന്തെങ്കിലും വി ഡി സതീശൻ തന്നെയാണ് അതിന് അർഹൻ. അർഹൻ. അപ്പൊ ഇവർ രണ്ടുപേരുടെയും പണക്കൊന്നും വിഷയമൊന്നുമില്ല. അപ്പൊ അതെങ്ങനെ പരിഹരിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള എന്തെങ്കിലും ഉണ്ടോ? കെ സിക്ക് ഓൾറെഡി സ്ഥാനമുള്ള ആളാണല്ലോ അഖിലേന്ത്യാ ലെവലിൽ. രമേശ് ചെന്നിത്തല സീനിയർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ആണ്. പക്ഷെ രമേശ് ചെന്നിത്തല വർക്ക് ചെയ്ത സമയത്ത് ഈ വിജയം കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. സതീശനാണ് അതിന് അർഹൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് ഈ അർഹത. ഒരു കുഴപ്പമില്ല, ഉഷാറായിട്ട് വരും. ഇതൊക്കെ ഭരിക്കാൻ വേണ്ടി മാറ്റാൻ വേണ്ടി പറ്റുമല്ലേ? ഒരു പരിഹാരം കാണുന്നില്ല എല്ലാരും കൂടെ ഐക്യത്തോടെ. അതെ. ആ അപ്പൊ ഈ പിണക്കം വി ഡി സതീശന് ഭരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമോ? വി ഡി സതീശൻക്കാണ് ഉള്ള ആളുകളെ അനുകൂലം. ഈ വോട്ടേഴ്സ് MLA-മാരെ വെച്ചിട്ട് MLA-മാരാക്കണത് ഈ വോട്ടേഴ്സ് വോട്ട് ചെയ്തിട്ടാണല്ലോ MLA. അതെ അതെ. പക്ഷെ ഓരോ 10-40 പിന്നെ വോട്ടിന് വേണ്ടിയിട്ട് വേറെ മുഖ്യമന്ത്രി ആകത്തുള്ളൂ. ഇയാളാണ് 10 കൊല്ലം പിന്നെ പ്രദേശത്തിരുന്നത്. അപ്പൊ നിയമപ്രകാരം എന്റെ അഭിപ്രായത്തിൽ അയാളാണ് അയാൾ തന്നെയാണ് അർഹൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലൊക്കെ പിണങ്ങി നിൽക്കുന്നത് നിൽക്കുന്നത് വേണു വെറുതെ ഇവിടെ പടം വലിക്കുക. വേണു ഒരു പിന്നെ കേരളത്തിലെ ഒരു പ്രതിനിധിയല്ലേ. അപ്പൊ മുപ്പർക്ക് കേരളത്തിൽ പിന്നെ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് അവിടുന്ന് രാജിച്ചിട്ട് ഇവിടെ രാജ്യമൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. കോൺഗ്രസിന് ക്ഷീണം പിടിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിപ്പോ ഇനിയിപ്പോ ഇവര് തമ്മിൽ ഈ ഒരു പിണക്കം ഇപ്പൊ ഈ ഭരിക്കാനുള്ള ബുദ്ധിമുട്ടാവോ? അത് ഈ ഭരണത്തിൽ കൂടെ ഒരു നന്നാവണം. കണ്ടറിയണല്ലേ? കണ്ടറിയണം. ജനങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജനങ്ങൾ ഉദ്ദേശിച്ചത് നടന്നു. നടന്നിട്ടുണ്ട്. അത്രയും.